ഒക്ടോബർ 7 എല്ലാം ചാമ്പലാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച ദിവസം. അതായത് 2023 ഒക്ടോബർ 7 ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ ലെബനിൽ നിന്ന് ഒരു കടന്നാക്രമണം ഇസ്രായേലിനെ നേരിടേണ്ടി വന്നു. അന്ന് മുതൽ തിരിച്ചടിച്ചുകൊണ്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇറാൻ ഒരു തരത്തിലും ഇസ്രായേലിനെ തോൽപ്പിക്കാനോ തകർക്കാനോ ആകുന്നില്ല. ഇനി ഒരു ദിവസം കൂടിയാണ് ബാക്കി. നാളെ ഒക്ടോബർ 6, തിങ്കളാഴ്ച ഒക്ടോബർ 7. ആ വിശുദ്ധ ദിനത്തിൽ ഇസ്രായേൽ ഇറാനെ ചാമ്പലാക്കുമോ? അല്ല, അങ്ങനെ ഇസ്രായേൽ ഒരു നിലപാടെടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളെ എപ്പോഴും ലോകത്തെ തന്നെ എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന നിലപാടുകൾ എടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഒപ്പം അവരുടെ ചാരസംഘടന എന്ന് നമ്മൾ പറയുന്ന മൊസാദ്. അപ്പം സാധാരണഗതിയിൽ ഒരു രാജ്യമോ ആ രാജ്യത്തെ ജനതയോ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇത്രയും ദിവസം ഏതാണ്ട് ഒരാഴ്ചയായി ഇറാൻ ഇസ്രായേലിലേക്ക് ഏതാണ്ട് 180ഓളം റോക്കറ്റുകൾ വിട്ടത്. പക്ഷേ ഇസ്രായേൽ തിരിച്ചടിച്ചില്ല. അപ്പോൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? എല്ലാവരും കരുതുന്നു 7-ാം തീയതി, അതായത് ഇസ്രായേലിലേക്ക് കടന്നു കയറി 1200ഓളം അവിടുത്തെ പൗരന്മാരെ കൊല്ലുകയും 400ഓളം പേരെ ബന്ദികളാക്കുകയും ചെയ്ത ഹമാസിന് അതേ ദിവസം തിരിച്ചടി കൊടുക്കാനായിട്ട് അന്ന് ഇറാനെയോ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഊത്തികളെയോ ഒക്കെ ആക്രമിക്കുന്ന. പക്ഷേ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. അതാണ് ഇസ്രായേലിൻ്റെ നിലപാട് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇസ്രായേലിന് കൃത്യമായി അടിക്കാനുള്ള നിർദ്ദേശം നൽകിയത് അല്ലെങ്കിൽ പിന്തുണ നൽകിയത് അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക പറയുകയാണ്, നിങ്ങൾ ആനുപാതികമായ തിരിച്ചടി കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന തിരിച്ചടി എണ്ണപ്പാടങ്ങൾ കത്തിക്കാനോ ആണവ റിയാക്ടറുകളുള്ള അല്ലെങ്കിൽ ആണവ സംഭരണ മേഖലകൾ നശിപ്പിക്കാനോ ഉള്ള ഒരു പെർമിഷൻ അല്ല എന്ന് പറയുന്നു. മാത്രമല്ല, മുമ്പ് അമേരിക്ക പറഞ്ഞിരുന്നു 21 ദിവസത്തെ യുദ്ധം താൽക്കാലികമായെങ്കിലും ഒന്ന് നിർത്തിവെക്കണമെന്ന് പറയുന്നു. ഇസ്രായേൽ അതും കേട്ടില്ല. അപ്പം ബെഞ്ചമിൻ നെതന്യാഹു എടുക്കുന്ന നിലപാട്, ഇസ്രായേൽ എടുക്കുന്ന നിലപാട് നമ്മൾ സാധാരണ രീതിയിൽ ചിന്തിക്കുന്നതിനപ്പുറമല്ലേ? അതെ അതെ. ഇപ്പോൾ മറ്റൊരു കാര്യം, ഇപ്പോൾ ഖമനേയി കഴിഞ്ഞ ദിവസം പ്രസംഗം നടത്തിയിരുന്നല്ലോ. അതിൽ പറഞ്ഞ അവർ ഇറാൻ ആക്രമിച്ചതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ന്യായീകരണം തന്നെ എന്തായിരിക്കും? ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാമ്യമെടുക്കലായിട്ട് അതിനെ കാണാൻ പറ്റും? അങ്ങനെയല്ല. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായും ഈ മുസ്ലിം നേതാക്കളൊക്കെ കൊല്ലപ്പെട്ട പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. അതാണ് 5 വർഷത്തിന് ശേഷം ഈ അയത്തുള്ള അലി ഖമേനി പള്ളിയിലേക്ക് വന്ന് മത പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം ഒരു കയ്യിൽ ഒരു ഗണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നേക്കുന്നത്. അവിടെ നിന്ന് പറയുന്നു, ഈ കഴിഞ്ഞ 7-ാം തീയതി ചെയ്തത് വളരെ ന്യായീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. കൃത്യമായ കാര്യമാണ് ഹമാസ് ചെയ്തത്. ഇനിയും ഞങ്ങൾ ഇസ്രായേലിനെ അടിക്കും, ഇസ്രായേലിന് ഒരു കാരണവശാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു വെല്ലുവിളിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ വെല്ലുവിളി എന്ന് പറയുന്നത് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ പറഞ്ഞതാണ്, ഇറാൻ ഞങ്ങളോട് മുട്ടാൻ വരരുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, എവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് കൂടുതൽ കളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ ശക്തമായ തിരിച്ചടി നൽകുന്നില്ല. ഇതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ഇലക്ഷൻ ഏതാണ്ട് വരാനിരിക്കുകയാണ്. അടുത്തെത്തിയതോടുകൂടി ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും 2 നിലപാട് സ്വീകരിക്കുന്നു. ഇവിടെ ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റ് പറയുന്നു, നെതന്യാഹു നിങ്ങൾ ഇപ്പോൾ അടിക്കരുത്, നിങ്ങൾ ആ രീതിയിൽ ആക്രമണം ചെയ്യരുതെന്നൊക്കെ പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളുണ്ട്, അവിടെ നിന്നുള്ള വോട്ട് ഡെമോക്രാറ്റുകൾക്ക് കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ജോ ബൈഡൻ എടുക്കുന്ന നിലപാട് കമലാ ഹാരിസിൻ്റെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനായിട്ട് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നു. ഒപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ഞാനായിരുന്നു ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റെങ്കിൽ ആ എണ്ണപ്പാടം മുഴുവൻ ഒറ്റയടിക്ക് കത്തിച്ചേക്കാൻ നിർദ്ദേശം നൽകിയേനെ എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ്റെ നിലപാട് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പാലസ്തീനെതിരായ ഇറാനെ തകർക്കുന്ന നിലപാടാണ്. അവർക്ക് ഈ വോട്ടൊന്നും വേണ്ട. അപ്പോൾ കുടിയേറ്റക്കാർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന റിപ്പബ്ലിക്കൻ്റെ നിലപാടും ഈ കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് വേണമെന്ന് കരുതി നിലപാടിൽ ഒന്ന് വെള്ളം ചേർക്കുന്ന ഡെമോക്രാറ്റുകളുടെ നിലപാടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ നെതന്യാഹു. അതുകൊണ്ടാണ് ശക്തമായ തിരിച്ചടി ഇപ്പം നൽകാത്തത്. പക്ഷേ അമേരിക്ക എല്ലാ സഹായവും ചെയ്യുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഒരു കീഴിൽ പ്രവർത്തിക്കുന്ന രാജ്യമാകാൻ ഇസ്രായേൽ തയ്യാറാകില്ല. അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും. അതുകൊണ്ട് ഇപ്പം ധന്യ പറഞ്ഞതുപോലെ അല്ല പ്രീത പറഞ്ഞതുപോലെ ഈ വാർഷിക ദിനത്തിൽ 7-ാം തീയതി വേണമെങ്കിൽ അവർ ഒറ്റയടിക്ക് തിരിച്ചടി നൽകും. അത് ഇറാനിലേക്കായിരിക്കാം, ഹമാസിൻ്റെ അവശേഷിക്കുന്ന ഭീകരരായിരിക്കാം, ഹിസ്ബുള്ളയുള്ള ലെബനിലേക്കായിരിക്കാം, ഇനി ഹൂത്തികളെ തകർക്കാനായിരിക്കാം. വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാം. അതല്ലെങ്കിൽ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് ചെയ്യാനായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൊസാദ് എങ്ങനെയാണ് സ്റ്റെപ്പ് വെക്കുന്നതെന്ന് ഒരാൾക്കും പ്രവചിക്കാൻ കഴിയില്ല.
അപ്പോൾ അനിതര സാധാരണമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ കാലത്തും ഇസ്രായേൽ നടത്തിയതുകൊണ്ട് 7-ാം തീയതി ഒറ്റയടിക്ക് ഇതെല്ലാം തീർക്കണമെങ്കിൽ അവരത് തീർത്ത് കളയും. അതങ്ങനെ വേണ്ട എന്നാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ കുറച്ചുകൂടെ സമയം വെക്കും. കാരണം സ്വാഭാവികമായും ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഇസ്രായേലിനെ കുറച്ചൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ആയുധ സപ്ലൈയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അമേരിക്കയാണ്. നിലവിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ചുമതല അല്ലെങ്കിൽ അതിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് ജോ ബൈഡൻ്റെ കൈകളിലാണ്. അപ്പം ജോ ബൈഡൻ പറയുന്നതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. 1-2 മാസം കഴിഞ്ഞാൽ ഈ പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ വന്ന് നെതന്യാഹുവിനെ ഇസ്രായേലിനെ അങ്ങ് അഴിച്ചുവിടും. പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുവരെ എങ്ങനെയും ഈ പ്രശ്നം തീർക്കണമെന്ന് ഇറാനും ആഗ്രഹിക്കുന്നുണ്ട്. ഇറാൻ ഇന്ത്യയെ രംഗത്ത് കൊണ്ടുവരുന്നു, ഫ്രാൻസിനെ രംഗത്ത് കൊണ്ടുവരുന്നു, UK രംഗത്ത് കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രശ്നം ഒന്ന് രമ്യമായി പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഈ രീതിയിൽ നമുക്കിനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. എന്തായാലും 7-ാം തീയതിക്ക് അപ്പുറത്തേക്ക് ഇനി കാത്തിരിക്കാൻ വയ്യ എന്നൊരു നിലപാടിലേക്ക് ഇസ്രായേൽ ജനത എത്തിയാൽ അവരെ നമുക്ക് കുറ്റം പറയാനും പറ്റുമോ? അതായത് ഈ 1 മാസത്തെ കാലയളവിനുള്ളിലാണ് ഈ ഗാസയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അവിടെ കീഴടക്കി വെച്ചിരുന്ന ഹമാസ് തീവ്രവാദികളെ നിലംപരിശാക്കി. അതിനുശേഷം ലെബനൻ കീഴടക്കി വെച്ചിരുന്ന ഹിസ്ബുള്ളയെയും ഏകദേശം അവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും എല്ലാം വകവരുത്തി കഴിഞ്ഞു ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനെ ഒതുക്കുക എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇസ്രായേലിന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴും ഇന്നിപ്പോൾ മുസ്ലിം രാജ്യങ്ങളൊക്കെ ഇറാനെ കൈയൊഴിഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ചു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ പോലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ഇറാനോടൊപ്പം നിൽക്കില്ല എന്നവരുടെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തി. മാത്രമല്ല ഇപ്പോൾ ഇറാൻ്റെ ഈ എണ്ണ വാതക പ്ലാന്റുകളും ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ നീങ്ങുമ്പോൾ ഇറാൻ ഭയപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ ഒക്ടോബർ 7-ന് ഇറാനെ ചാമ്പലാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ അവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത കുറേ മനുഷ്യരുണ്ട്. ഇവരുടെ ഭാവി എന്തായിരിക്കും? ഇവരുടെ സുരക്ഷിതത്വം എങ്ങനെയായിരിക്കും? ഇവരുടെ ജീവന് ഒരു വിലയും ഇല്ലാതാകുമോ? പ്രത്യേകിച്ച് നെതന്യാഹു ഇവരുടെ ജീവൻ സംരക്ഷിക്കുമെന്ന് പറയുന്ന ആ ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുമ്പോൾ എന്തായാലും ഇറാനെതിരെ വലിയൊരു ആക്രമണം ഒരുപക്ഷെ മൊസാദ് വഴി ഇസ്രായേൽ തന്ത്രം മെനഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അവിടുത്തെ ജനങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. അതിനുള്ള വാണിംഗ് എന്തായാലും നെതന്യാഹു കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ വാണിംഗ് കൊടുക്കുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനി എന്ന് പറയുന്നത് ലോക മുസ്ലിങ്ങളുടെ ആത്മീയ ആചാര്യനൊന്നുമല്ല, ഷിയ മുസ്ലിങ്ങളുടെ ഇറാനിലെ ആത്മീയ ആചാര്യനാണ്. അദ്ദേഹം പറയാണ് ഞാൻ ലോകത്തിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം, എന്നിട്ട് ഇസ്രായേലിനെ തീർക്കണമെന്ന്. അങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കുന്ന ജനതയല്ല. പ്രത്യേകിച്ച് ഷിയായിൽ തന്നെ ഈ ആത്മീയതയെ എതിർക്കുന്ന സ്വതന്ത്ര നിലപാടുള്ള ഒരുപാട് ആളുകൾ ഇറാനിലുണ്ട്. അതുകൊണ്ട് അത് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. പക്ഷേ ഈ ഇറാൻ ഒരു ശക്തി ഉണ്ടെന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടി ഈ ഖമേനിക്ക് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പറയേണ്ടി വരുന്നു. ഇപ്പം നമുക്കറിയാം അവിടുത്തെ ഭരണകൂടം ശരിക്കും ഈ പെഷസ്കിയാൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹം യാതൊന്നും മിണ്ടുന്നില്ല. മാത്രമല്ല ഈ ഭരണകൂടം എന്ത് നിലപാടെടുത്താലും അതിന് മുകളിലേക്ക് മത നേതാക്കൾ വരും. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ കയറി അടിക്കട്ടെ, എന്നിട്ട് ഈ മത നേതാക്കളെ തീർക്കട്ടെ. ഈ ഹിസ്ബുള്ളയുടെ 11ഓളം നേതാക്കളെ അവർക്ക് കാലപുരിക്ക് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മത നേതാവിനെ അത് ചെയ്യാമല്ലോ. ഈ മത നേതാവ് എന്തിനാണ് വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാമെന്നത്? താൻ ബങ്കറിനുള്ളിൽ പേടിച്ചിരിക്കുകയല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ഒപ്പം തന്നെ ഈ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തൻ്റെ ഒരു സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കുക. അത്തരത്തിൽ ഒരു മത ആചാര്യനെ നമ്മൾ ആക്രമിക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ തലവനെ ഹമാസിന്റെ തലവനെ ആക്രമിക്കുന്നത് പോലെ അല്ല ഒരു മത ആചാര്യനെ ആക്രമിക്കുന്നത്. അവിടെ മറ്റൊരു തരത്തിലുള്ള ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത കൂടുതലല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ ഹിസ്ബുള്ളയുടെ അല്ലെങ്കിൽ ഈ ഹമാസിന്റെ ഹൂത്തികളുടെയൊക്കെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാനിലെ ഈ മത നേതാവാണ്. അതായത് ഇപ്പോഴത്തെ ചുമതലയുള്ള ആയത്തുള്ള അലി ഖമേനിയാണ്. 1982 മുതൽ തന്നെ ഇത്തരത്തിൽ ഒരു ഭീകര സംഘടന ഉണ്ടാക്കി ഹസൻ നസറുള്ളയെ ആ തലപ്പത്ത് അല്ലെങ്കിൽ അവരോധിച്ചത് ഈ പറയുന്ന ഇറാനായിരുന്നു. അപ്പോൾ ഇറാനിലെ ആത്മീയ നേതാവിനെ ആ രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ലോകത്തുള്ള അറബ് രാജ്യങ്ങളെന്നും പറയുകയാണ് ഞങ്ങൾ ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ കൂടെ നിൽക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ നിലപാടുമില്ല എന്ന് പറയുന്നു. കാരണം അവരിൽ കൂടുതൽ ഭാഗവും സുന്നികളാണ്. അപ്പോൾ ഷിയ വിഭാഗത്തിൻ്റെ ഒരു നേതാവ് എന്ന നിലയിൽ അനിഷേധ്യനാകാൻ ഇദ്ദേഹം ശ്രമിച്ചു. പക്ഷേ ഒന്നൊന്നായി ഇദ്ദേഹത്തിന് വീഴ്ചകൾ സംഭവിക്കുന്നു, പോരായ്മകൾ ഉണ്ടാകുന്നു. ഇത് ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നു. അപ്പോൾ ഇസ്രായേൽ ഇത് ഏതാണ്ട് ഒന്ന് വലിച്ചു കീറുക എന്ന് പറയത്തില്ലേ, അതിന് തുല്യമായിട്ട് കീറിക്കളയുകയാണ്. ഇനി അമേരിക്കയുടെ ഒരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് മാത്രമാണ് എണ്ണപ്പാടങ്ങൾക്ക് നേരെയോ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയോ കടുത്ത ആക്രമണത്തിലേക്ക് ഇസ്രായേൽ കടന്നു പോകാത്തത്. പക്ഷേ എന്തായാലും 7-ാം തീയതി എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും പൊറുക്കാനാകാത്ത ഒരു ദിവസമാണ്. ആ ദിവസം എന്ത് സംഭവിക്കുന്നു ലോകം ഉറ്റുനോക്കുന്നുണ്ട്. ഇറാൻ പേടിക്കുന്നുണ്ട്, ലെബനൻ പേടിക്കുന്നുണ്ട്, സിറിയ പേടിക്കുന്നുണ്ട്. അപ്പോൾ
അടുത്ത തീരുമാനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഒരു കുറ്റവും പറയില്ല. അപ്പോൾ ലോകരാജ്യങ്ങൾ പേടിക്കുന്ന പോലെ 7-ാം തീയതിയാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ഇസ്രായേൽ വിചാരിക്കണം എല്ലാവരും 7-ാം തീയതി പ്രതീക്ഷിച്ചിരിക്കും, നമുക്ക് വേണ്ട 8-ാം തീയതി അടിച്ചാൽ മതിയെങ്കിലോ. അപ്പോൾ മൊസാദിൻ്റെ ആസൂത്രണം എങ്ങനെയാണ്, ഇസ്രായേൽ സേനയുടെ ആസൂത്രണം എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കുക നിലവിൽ അസാധ്യമാണ്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പെച്ചസ്കിയാൻ ഈ ശരിക്കും ഈ ഖമനേയിയുടെ എല്ലാ നയങ്ങളെയും അനുകൂലിക്കുന്ന ഒരാളല്ല എന്ന് ഒരു എല്ലാം നിങ്ങൾ അനുകൂലിക്കുന്നില്ല. പെഷസ്കിയാൻ എന്ന് പറയുന്നത് അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടുള്ള നിഷ്പക്ഷമായ ഒരു ജനാധിപത്യ തെരഞ്ഞെടുപ്പൊന്നുമല്ല. അദ്ദേഹം അവിടെ മത്സരിക്കുന്നു, ആ മത്സരിച്ച് കുറച്ച് 1-2 പേരെ ആയിരിക്കും മത്സരിക്കാൻ അനുവദിക്കുന്നത്. ഈ അനുവദിക്കുന്ന പോലും മതഭരണകൂടമാണ്. അതുകൊണ്ടാണ് മതഭരണകൂടത്തിൻ്റെ ഇടപെടലില്ലാതെ, അയത്തുള്ള അലി ഖമൈനിയുടെ ഇടപെടലില്ലാതെ ഒന്നും നടക്കില്ല. അത് ഇപ്പോൾ ഒരു സേനയുണ്ട് അവിടെ, ആ സേന പൂർണ്ണമായും ഈ ഖമൈനി പറയുന്ന മാത്രമേ കേൾക്കുള്ളൂ. മതപോലീസ് എന്ന് പറയുന്നത് ഇവരുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഈ പെഷസ്കിയാൻ ഇത് ഇഷ്ടമല്ല. അപ്പോൾ പെഷസ്കിയാൻ പറയുന്നത് ഇനി മത നേതാക്കളൊന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, ഓരോ രാഷ്ട്രത്തിനും തിരഞ്ഞെടുക്കുന്ന പ്രസിഡന്റുമാർ മതി എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ പെഷസ്കിയാൻ മനസ്സുകൊണ്ട് എന്തായിരിക്കും ആഗ്രഹിക്കുന്നത്, ഈ ആത്മീയ ആചാര്യം തട്ടിപ്പൊക്കോട്ടെ, ഇനി ഇയാൾ മുന്നോട്ട് പോകണ്ടെന്നായിരിക്കും. അപ്പോൾ ഇസ്രായേൽ വന്ന് 7-ാം തീയതി കൊണ്ട് എല്ലാം തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരാൾ പെഷസ്കിയാനാണ്, നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഒക്ടോബർ 7 എല്ലാവരും കാത്തിരിക്കുന്ന ദിവസമാണ്. പക്ഷേ ഇസ്രായേൽ ഒക്ടോബർ 6-നോ ഒക്ടോബർ 8-നോ തിരിച്ചടിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്.